ഇവിടെ എറണാകുളത്ത് ശക്തമായ മഴയിൽ കാക്കനാട് ജില്ലാ ജയിലിന് സമീപത്തുള്ള സംരക്ഷണ ഭിത്തി നിലം പൊത്തിയതായിട്ടൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. കാറിന് മുകളിലേക്ക് ഭിത്തി ഇടിഞ്ഞു വീണ് വലിയ നാശമുണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട്. സൈഫുനീസ് അലിയാർ ചേർന്നുണ്ട്. സൈഫുനീസ്, ഇത് എന്താണ് സംഭവം? എന്താണ് നിലവിലെ സാഹചര്യം? സേതുലക്ഷ്മി, ഇന്നലെ ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാവിലെ മുതൽ ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് ഈ കാക്കനാട് ജില്ലാ ജയിലിന് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഒരു കരിങ്കൽ ഭിത്തിയായിരുന്നു. ഈ കരിങ്കൽ ഭിത്തിയാണ് ഇടിഞ്ഞ് താഴേക്ക് വന്നത്. അതിന് മുകളിൽ ഒരു റോഡായിരുന്നു. ആ റോഡിന്റെ ടൈലുകളടക്കം ഇളകി താഴേക്ക് വന്നിട്ടുണ്ട്. അവിടെ അടുത്ത് ഉണ്ടായിരുന്ന പോസ്റ്റാണ്, ഈ ഭാഗത്തുണ്ടായിരുന്ന പോസ്റ്റാണ് അത് ഊരിത്തെറിച്ച് ഇവിടേക്ക് വന്ന് ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ വീണ് കിടക്കുകയാണ്. ഫ്ളാറ്റിലേക്ക് ചാഞ്ഞ് വീണ് കിടക്കുകയാണ്. ഒപ്പം തന്നെ അവിടെ ഒരു കാറ് നിർത്തിയിട്ടിരുന്നു. കാറ് ഇപ്പോൾ ഉപയോഗിക്കാത്ത കാറാണെന്നാണ് ഇവിടെ പ്രദേശത്തുള്ളവർ പറയുന്നത്. ആ കാറിൻ്റെ മുകളിലേക്കാണ് ഈ മതിൽ ഇടിഞ്ഞ് വീണത്. ആ കാറ് പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. ഇനിയും മഴ ഇന്നും തുടരുകയാണ്. കാരണം ഇപ്പോൾ കാലാവസ്ഥ മഴയ്ക്ക് സാധ്യതയുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മഴ തുടരുകയാണ് എങ്കിൽ ഈ ഭാഗത്ത് ഇനിയും മതിലിടിയാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് നോക്കിയാൽ ഇവിടെ നിന്നൊക്കെ ഇതുപോലെ ഇടിഞ്ഞ് സൈഡിൽ നിന്ന് കുറച്ച് ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഇടിയാൻ സാധ്യത. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആ മതിൽ ഇടിഞ്ഞിട്ട് റോഡിലേക്കാണോ വീണേക്കുന്നത്? റോഡിലേക്കല്ല ഇത് വീണിരിക്കുന്നത്. ഇതിവിടെ ഒരു ഫ്ലാറ്റാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഫ്ലാറ്റിന്റെ മുറ്റത്താണ്. ഈ ഫ്ലാറ്റിന്റെ മുറ്റത്തേക്കാണ് വീണിരിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഫ്ലാറ്റാണ്, ലെഫ്റ്റ് സൈഡിൽ സീപോർട്ട് എയർപോർട്ട് റോഡാണ് പോകുന്നത്. ഇതിന് താഴെയാണ് ഈ ഫ്ലാറ്റ് ഉള്ളത്. ആ മതിൽ ഇനിയും ഇടിയുകയാണ് എങ്കിൽ ഈ റോഡിനടക്കം കേടുപാട് സംഭവിക്കും. കാരണം റോഡ് ഇപ്പോൾ അവിടെ കോൺക്രീറ്റ് ചെയ്ത് വാർത്ത് അടുത്ത് ഇടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ മെട്രോയുടെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ച ഭാഗമാണിത്. പക്ഷേ അതിനോട് ചേർന്ന മതിലാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സംരക്ഷണ ഭിത്തിക്കും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആർക്കും പരിക്കും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോഴും ഇത് ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ ബാക്കി ട്രാൻസ്ഫോമറൊക്കെ ഇല്ലേ? അപ്പോൾ KCB പ്രവർത്തകരൊക്കെ ആയി, വൈദ്യുത വകുപ്പിന്റെ ജീവനക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? സേതുലക്ഷ്മി, ഇന്നലെ തന്നെ അതിൻ്റെ വൈദ്യുതി ബന്ധമൊക്കെ വിച്ഛേദിച്ച് അത് അപകടമല്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാം ഈ പോസ്റ്റിൽ ഈ ഭാഗത്തുള്ള എല്ലാ നെറ്റ്വർക്കിൻ്റെയും കേബിളുകളുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് അവിടെ നിന്ന് ഊരി വീണ് ഈ മതിൽ വന്ന ഒപ്പം തന്നെ പോസ്റ്റും കൂടി അവിടെ നിന്ന് വീണ് ഇപ്പോൾ ഈ ഫ്ലാറ്റിലേക്ക് വന്ന് അടിച്ചു നിൽക്കുന്നതാണിത്. അവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറും ഇനിയിപ്പോൾ മതിൽ അവിടേക്ക് ഇടിയുകയാണെങ്കിൽ അവിടെ ട്രാൻസ്ഫോമറാണ് ആ മൂലയിലുള്ളത്. അതും താഴേക്ക് പതിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ ഓക്കെ. ആ ദൃശ്യങ്ങളുള്ളത് സേഫിനെസ്, ആ പൊട്ടിയ മതിലിന്റെ മുകളിലാണോ ആൾക്കാർ നിൽക്കുന്നത്? 1-2 പേര് അവിടെ നിൽപ്പുണ്ടല്ലോ. അതെ അതെ, പൊട്ടിയ മതിലിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ അപകടമുള്ള ഭാഗമാണ് അത്. അങ്ങനെ അവിടെ നിൽക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ പ്രദേശത്തുള്ളവർ വന്നത് സ്ഥലം നോക്കുന്നതാണ്. ഇവർ ഈ ഭിത്തി ഇടിഞ്ഞു എന്നറിഞ്ഞിട്ട് വന്ന് നോക്കുന്നതാണ്. പക്ഷെ അവിടെ താഴ്ഭാഗത്തെല്ലാം മണ്ണിളകി ടൈല് തന്നെ ഒരു വായുവിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് അവിടുത്തെ ടൈലുകളൊക്കെ നിൽക്കുന്നത് തന്നെ. അതിന്റെ മുകളിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ സൈഫുനീസ, ശരി ശരി. അത് എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീഴാന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ടൈലാണ്. ഇറങ്ങുമെന്ന് അറിയില്ല, എങ്കിലും സേഫ്നീസ് ഒന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് അപകടത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാനായി. ശരി സേഫ്നീസ, മടങ്ങിയെത്താം. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കൊച്ചിയിലാണ് ഈ കാഴ്ച. എറണാകുളത്ത് നല്ല മഴയായിരുന്നു ഇന്നലെയൊക്കെ, നല്ല മഴ. ഇന്നും രാവിലെ ഒക്കെ ഞാനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ മഴയായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്നും തോർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മഴയത്താണ് കാക്കനാട് ജില്ലാ ജയിലിന് സമീപത്തുള്ള ആ സംരക്ഷണ ഭിത്തി നിലം പൊത്തിയിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളും അവിടെ നിന്നുള്ള വിവരങ്ങളുമാണ് സൈഫുനീസ് അലിയാർ നൽകിയത്.